പി എസ് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നതിന്റെ ലോജിക്ക് എന്താ? പി എസ് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യണം എന്നത് SITയോട് ആവശ്യപ്പെടാൻ നമുക്ക് എന്താ അവകാശം? അവർ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയല്ലേ, ആരാണെന്ന് അവർ കണ്ടുപിടിക്കട്ടെ. ആരെ അറസ്റ്റ് ചെയ്യണം? ഹൈക്കോടതി പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യാതിരിക്കുകയാണോ? പി എസ് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാൻ ഹൈക്കോടതി പറഞ്ഞോ? ശ്രീ രാജു നായർ, അങ്ങയോട് ഞാൻ നേരിട്ട് ചോദ്യം ചോദിക്കാം. പി എസ് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവിട്ടോ? പി എസ് പ്രശാന്തിനെ സംബന്ധിച്ച് അറസ്റ്റ് ചെയ്യാതിരിക്കുകയാണോ? ഒരു മിനിറ്റ് അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടോ? നേരിട്ടുള്ള ചോദ്യം അറസ്റ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടോ? നേരിട്ടുള്ള ചോദ്യം. പി എസ് പ്രശാന്തിന്റെ കാലഘട്ടത്തെ സംബന്ധിച്ച് ഹൈക്കോടതി എന്താണ് ആ ഉത്തരവിൽ പറഞ്ഞത്? അങ്ങൊന്ന് പറയും. എനിക്കറിയേണ്ടുന്നത് പി എസ് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാൻ ഹൈക്കോടതി ആവശ്യപ്പെട്ടോ? പിന്നെ ഞാൻ നേരത്തെ 4 ചോദ്യം ചോദിച്ചാൽ ഹൈക്കോടതി ഉത്തരവിൽ 2 പ്രാവശ്യം പറഞ്ഞത് എന്താണ്? പറയ്. പി എസ് പ്രശാന്ത് യാതൊരു കുറ്റവും ചെയ്യാത്ത ആളാണ്. എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാട്ടെ. പി എസ് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാൻ SITയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. പി എസ് പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാൻ SITയോട് ഹൈക്കോടതി ആവശ്യപ്പെട്ടു. 2019 ക്രമക്കേട് അങ്ങനെ പറയണ്ട. പി എസ് പ്രശാന്തിനാണ് പത്മകുമാറിനെയും വാസുവിനെയും ശ്രീ രാജു നമ്മൾ പറയുമ്പോൾ ഒരു ലോജിക്ക് വേണം. പത്മകുമാറിനെയും വാസുവിനെയും അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞ SITക്ക് പി എസ് പ്രശാന്ത് എന്താ കുഴപ്പം? അല്ല, എന്റെ നേരിട്ടുള്ള ചോദ്യമാണ്. പത്മകുമാറിനെയും വാസുവിനെ നേരിട്ടുള്ള ചോദ്യമാണ്. 2025 ഈ ദേവസ്വം ബോർഡ് തിരിച്ചു വിളിച്ചതെന്നും 2 പ്രാവശ്യം അനാവശ്യ ധൃതി ഉണ്ടാക്കി ഇത് ഇവിടെ നിന്ന് കടത്താൻ ശ്രമിച്ചതെന്നും ഹൈക്കോടതി വിധിയിലുണ്ടെന്ന് ഞാൻ പറഞ്ഞത് കള്ളമാണോ? അങ്ങനെയാണെങ്കിൽ കള്ളമാണ്. രാജു പറഞ്ഞത് കള്ളമാണ്. 2025 ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഇത് കൊടുത്തു വിട്ടില്ല പ്രശാന്ത്. 2025 ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖേനയല്ല ഇത് കൊടുത്തു വിടുന്നത്. അതല്ലല്ലോ ചോദ്യം. ഹൈക്കോടതിയുടെ വിധിയിൽ ഇത് തിരിച്ചു കൊണ്ടുവരാൻ ഉണ്ടാക്കി എന്നുള്ളത് ഹൈക്കോടതി എന്റെ ചോദ്യത്തിന് ഉത്തരം പറ പ്രശാന്ത്. എനിക്ക് 2 ചോദ്യം ഉത്തരം പറ. പ്രശാന്തിനെ അറസ്റ്റ് ചെയ്യാൻ കോടതി ആവശ്യപ്പെട്ടോ? അങ്ങനെയാണെങ്കിൽ SITയുടെ കോടതി ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2019 സ്വർണ്ണക്കൊള്ളയ്ക്ക് അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നീക്കമാണ് 2025 ഉണ്ടായതെന്നൊരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ആ ഗതിയിലേക്ക് SITയുടെ അന്വേഷണം പോകാത്തത് എന്നുള്ളതായിരുന്നു ചോദ്യം. അല്ല, അങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി 2025 ഇത് ഞാൻ കൊണ്ടുപോകാതെ ആവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിനെ സമീപിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൊടുത്തു വിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒരു ഇടനിലക്കാരൻ വേണ്ട പുതിയ ദേവസ്വം ബോർഡ് തീരുമാനിച്ചുകൊണ്ട് അത് കോടതിയിലേക്ക് പോയി റിപ്പോർട്ട് ചെയ്താണ് ഈ കേസ് മുഴുവൻ. അല്ല, ഇതിന്റെ മറുപടി ഞാൻ പറയുമ്പോൾ തന്നെ മാധു മറ്റേ ചോദ്യം ചോദിക്കണം. ഈ സോണിയാഗാന്ധിയെ അതിന്റെ ഉത്തരം കൂടെ വാങ്ങിച്ചു തരണം. എല്ലാ ചർച്ചയിലും ചോദിക്കുക, ഇവർ ഉത്തരം പറയത്തില്ല. അതിന് ഉത്തരം വാങ്ങിച്ചു തരണം. കേരളത്തിലെ മുഴുവൻ ആളുകളും എല്ലാ ചാനൽ ചർച്ചയിലും ചോദിക്കുന്ന അവിടെ രേഖയുണ്ട്. ആ രേഖ എടുത്തു തന്നാൽ മതി. ആരാണ് പെർമിഷൻ വാങ്ങിച്ചുകൊടുത്ത രേഖയുണ്ട്, നമ്മൾ ഈ പറയുന്ന ആ കുറ്റിയെ കയറ്റിയത് ആരപ്പ എന്നൊക്കെ പറഞ്ഞുള്ള വലിയ ചർച്ചകളിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിപ്പോ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് മാത്രം നിൽക്കുന്ന ഒരു ചർച്ച എന്ന നിലയ്ക്കാണ് ആ ചോദ്യം അങ്ങ് ഉന്നയിച്ചെങ്കിലും ഞാനത് ആവർത്തിച്ച് ചോദിക്കാതിരുന്നത്. ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്നാ പറയൂ പെട്ടെന്ന് പറയൂ. എനിക്ക് ശ്രീ മഹേഷ് പണിക്കരിലേക്ക് കൂടി പോകണം. പെട്ടെന്ന് പറയൂ. ശരി. ഈ SIT ഇത്രയും നിങ്ങൾക്ക് ഇതുള്ള SIT സീൽഡ് കവറിലാണല്ലോ ഹൈക്കോടതി കൊടുക്കുന്നത്. ഈ SIT ഇതുവരെ സോണിയാഗാന്ധിയും അടൂർ പ്രകാശിനെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയ സീൽഡ് കവറിൽ കൊടുത്തില്ലേ? ഇല്ലേ? അപ്പോൾ അത് അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുവരെ അന്വേഷിച്ചില്ലേ? SIT 5 മാസമായിട്ട് അന്വേഷിക്കുന്നുണ്ടല്ലോ. എന്റെ അടൂർ പ്രകാശിന്റെ മൊഴിയെടുത്തല്ലോ. എന്നിട്ട് എന്തുകൊണ്ട് കേസെടുത്തിട്ടില്ല? കാരണം 2019 കട്ടത് മുൻകൂറായി സോണിയാഗാന്ധിക്ക് കൊടുത്തു. പി എസ് പ്രശാന്തിന് ബാധകമല്ലേ? പി എസ് പ്രശാന്തിനെയും SIT കാണുകയുണ്ടായല്ലോ. പി എസ് പ്രശാന്തിൽ നിന്നും വിവരങ്ങൾ തേടിയിട്ടുണ്ടല്ലോ. അപ്പോ അടൂർ പ്രകാശിന് ബാധകമായ ഇമ്മ്യൂണിറ്റി അദ്ദേഹത്തിനില്ലേ? മാധു, ഞാൻ പറയുന്നത് ഹൈക്കോടതിയുടെ ഫൈൻഡിംഗ് ആണ്. മാധുവിനെ ഞാൻ വെല്ലുവിളിക്കുകയാണ്.
ഞാൻ പറയുന്നത് PS പ്രശാന്തിന്റെ ബോർഡിനെതിരെ ഹൈക്കോടതിയുടെ ഫൈൻഡിംഗ് ആണ്. സോണിയാഗാന്ധിക്കെതിരെ ഹൈക്കോടതിയുടെ ഫൈൻഡിംഗ് ഉണ്ടെങ്കിൽ മാധു പറ. ഇത് നോക്കൂ, അതൊരു ഡയറക്ഷൻ സ്വഭാവമുള്ള കാര്യമാണ്. കാരണം അങ്ങനെ ഫൈൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ SIT രൂപീകരിക്കേണ്ടതില്ല, അതിന് മുൻപുള്ളതാണ്. സോണിയാഗാന്ധിയുടെ കാര്യം അല്ല, ഞാൻ ഒരു മിനിറ്റ് മാധു, നമുക്കത് ക്ലിയർ ചെയ്യാം. സോണിയാഗാന്ധിയുടെ കാര്യം രാഷ്ട്രീയ പാർട്ടി നേരത്തിൽ അവർക്ക് പറയാൻ ബാധ്യതയില്ലേ? മുഴുവൻ എന്താ? ഒരു മിനിറ്റ് ഗോപൻ, ഇനി ഇടപെടല്ലേ? CPM പറഞ്ഞ് പരിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താ? പല വക്താക്കൾ ഉൾപ്പെടെ വന്ന് പറഞ്ഞത് ഈ സോണിയാഗാന്ധിയുടെ കയ്യിൽ കെട്ടിക്കൊണ്ടത് ഈ എന്താ മോഷ്ടിച്ച സ്വർണം കൊണ്ടുണ്ടാക്കിയ ബ്രേസ്ലെറ്റ് ആണ് എന്ന് പറയുന്നു. തൊണ്ടി മുതൽ സോണിയാഗാന്ധിയുടെ അനിയത്തിയുടെ ക്യൂറിയോ ഷോപ്പ് വഴി കടത്തി എന്ന് പറയുന്നു. ഇതുവരെ പറയട്ടെ മാധുവിന് അറിയാലോ, പറഞ്ഞിട്ടില്ല. പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. എന്താണ് കെട്ടിക്കൊടുത്തത്? സ്വർണമാണോ? എന്താണ് കെട്ടിക്കൊടുത്തത്? ചോദ്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ മറുപടി മാധു, ശബരിമലയിലെ സ്വർണം കൊണ്ടുപോയി സോണിയാഗാന്ധിക്ക് കൊടുത്തെന്ന് ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. അല്ല, അദ്ദേഹം കേട്ടിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും പറയാനില്ല കേട്ടോ. പറഞ്ഞിട്ടില്ലെന്ന് PK ഗോപൻ പറയുന്നു, പറഞ്ഞു എന്ന് ശ്രീ രാജു പിന്നാർ പറയുന്നു. ഞാൻ നിങ്ങളുടെ എല്ലാ രാഷ്ട്രീയ ചർച്ചയിലും വന്നിരിക്കുന്നില്ല. അപ്പൊ സ്വാഭാവികം ഞാൻ കേട്ടിട്ടില്ല എന്നേ ഞാൻ പറഞ്ഞു. വക്താവാണോ PK ഗോപൻ? കെ അനിൽകുമാർ നിങ്ങളുടെ വക്താവാണോ? PK ഗോപൻ, കെ അനിൽകുമാർ നിങ്ങളുടെ വക്താവാണോ? വളരെ ക്ലിയർ ആയിട്ട് ചോദ്യമുണ്ട്. ഞാനും ഏറ്റവും ഹീറ്റഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് ആണ് ഞാൻ എടുത്തു തരാം. സോണിയാഗാന്ധിയുടെ കയ്യിൽ ആ ബ്രേസ്ലെറ്റ് കെട്ടിക്കൊടുത്തു ആർഗ്യുമെന്റ്. തൊണ്ടി സോണി മിണ്ടായിരിക്കും. അതെ, അങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചാൽ നിങ്ങൾ എന്ത് സമാധാനം പറയുന്ന അനിൽകുമാർ ചോദിച്ചത് അങ്ങനെ ഒരു ആക്ഷേപം ഞങ്ങൾ ചോദിച്ചാൽ നിങ്ങൾ എന്ത് സമാധാനം പറയും? അതുകൊണ്ട് നിങ്ങൾ ഉള്ളത് പറയാനാ പറഞ്ഞേ. പൊളിയുമ്പോ മിണ്ടായിരിക്കും. പൊളിയുമ്പോ അലമ്പാക്കല്ലേ PK ഗോപൻ അലമ്പാക്കല്ലേ? ഞാൻ പറയട്ടെ, പോയിന്റ് ഞാൻ നിങ്ങൾ ഡയറക്റ്റ് കാര്യത്തിലേക്ക് വാ. നിങ്ങൾ ഡയറക്റ്റ് കാര്യത്തിലേക്ക് വാ. പറയട്ടെ, ചോദ്യത്തിന്റെ ഉത്തരം പറയുന്നത് വേറെ കാര്യം പറയാതെ. PK ഗോപൻ ഞാൻ പറയട്ടെ സാറേ, ചോദ്യത്തിന് ഉത്തരം പറ. ഞാൻ പറഞ്ഞല്ലേ ഒരു 30 സെക്കൻഡ് ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യാം. ആരെങ്കിലും ഒന്ന് വഴങ്ങൂ. അദ്ദേഹം ചോദിക്കട്ടെ. ശ്രീ രാജു പിന്നെ 60 മിനിറ്റ് ഒരു 30 സെക്കൻഡിൽ ചോദിച്ചു. അങ്ങേലേക്ക് വരാം. ശ്രീ PK ഗോപൻ, എനിക്ക് സമയം തരണം. തീർച്ചയായും എനിക്ക് സമയം കൊടുക്കേണ്ട മറ്റൊരാൾ കൂടി അപ്പുറത്തിരിപ്പുണ്ട്. ശ്രീ PK ഗോപൻ, പെട്ടെന്ന് തരും. എനിക്ക് 8 മണിക്ക് പോകണമെന്നുള്ളേ ഉള്ളൂ. രാജുവിന് സമയം തരും പറഞ്ഞോളൂ. എനിക്ക് 8 മണിക്ക് പോകണം. ഞാൻ പറഞ്ഞ ഒറ്റ ചോദ്യമേ ഉള്ളൂ. അനിൽകുമാറിന്റെ ചർച്ചയിൽ പറഞ്ഞത് ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചിരിക്കട്ടെ. ഞങ്ങളുടെ ചോദ്യം എന്താ? സ്വർണം സോണിയാഗാന്ധി കൊണ്ടു കൊടുത്തെന്നല്ല പറയുന്നത്. ഞങ്ങളുടെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ ഈ പ്രശ്നം തീരും. പെർമിഷൻ വാങ്ങിച്ചു കൊടുത്തത് ആര്? കൊണ്ടു കൊടുത്ത സാധനം എന്ത്? ഈ 3 പേര് ഒരു ഫ്രെയിമിൽ എങ്ങനെ വന്നു? ഡയറക്റ്റ് ഉത്തരം പറഞ്ഞാട്ടെ. കേരളത്തിലെ CPMന്റെ ഉന്നത നേതാക്കന്മാർ ഉൾപ്പെടെ പറയട്ടെ, കേരളത്തിലെ CPMന്റെ ഉന്നത നേതാക്കന്മാർ ഉൾപ്പെടെ സോണിയാഗാന്ധിയുടെ അനിയത്തിക്ക് ഇറ്റലിയിൽ ക്യൂറിയോ ഷോപ്പ് ഉണ്ടെന്നുള്ള സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ആരോപണം ഏറ്റെടുത്ത് ചർച്ച നടത്തിയത് ഈ ചോദ്യത്തിന് പറയത്തില്ല. ഇനി ഇടപെടാതിരിക്കുക. ശബരിമല അയ്യപ്പന്റെ സ്വർണം കൊണ്ടുപോയി സോണിയാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇത് കടത്തിയെന്ന് വേണ്ട തൊണ്ടി മുതൽ സോണിയാഗാന്ധിയുടെ കയ്യിലാണെന്ന് ഇവർ രാഷ്ട്രീയ ആരോപണം ഉന്നയിച്ചിട്ട് അന്വേഷിക്കാൻ ഹൈക്കോടതിക്കും SITക്കും കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ വീണ്ടും ഈ പച്ചക്കള്ളം പറഞ്ഞുകൊണ്ട് നടക്കാൻ നാണമില്ല ഗോപ? നാണവും മാനവും വേണ്ട കുറച്ചെങ്കിലും. ഇനിയെങ്കിലും ഈ തൊണ്ടി മുതൽ സോണിയാഗാന്ധി വഴി കടത്തിയതാണ് ഈ CPM നേതാക്കന്മാർ മുഴുവൻ രാഷ്ട്രീയമായ ആരോപണം ഉന്നയിച്ചത്. എന്നിട്ട് തൊണ്ടി മുതൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പറയാത്തൊരു കാര്യമാണ് രാജു പറയുന്നത്. എന്റെ ചോദ്യത്തിന് PK ഗോപൻ ഡയറക്റ്റായി ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നത് നോക്കൂ. ഈ ചർച്ച തുടങ്ങിയ കാലം മുതൽ ചോദിക്കുന്നതാണ് എങ്ങനെയാണ് അനുമതി വാങ്ങിയത്, ആരാണ് അനുമതി വാങ്ങിയതെന്ന്. എന്റെ മണ്ഡലത്തിലുള്ള ഒരാൾ എന്നുള്ള ആരോപണമൊക്കെ ഒളിഞ്ഞുപോയി കേട്ടോ. കാരണം അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലുണ്ടായിരുന്ന ആളല്ല. SITയുടെ തലയിലുള്ളത് ഏതാ? അല്ല, ഈ അടൂർ പ്രകാശും ആന്റോ ആന്റണിയും ഒക്കെ ഉണ്ടായിരുന്ന ആ ചിത്രം ഉണ്ടായത് എങ്ങനെയാണ് ആരാണ് അനുമതി വാങ്ങിയത് എന്ന് വളരെ കാലമായി ചോദിക്കുന്നുണ്ടല്ലോ. എന്നാലും ചോദ്യത്തിന് ഉത്തരം തരത്തില്ല, വേറെ കാര്യങ്ങളെ പറയത്തുള്ളൂ. അല്ല, ഞാനും മാധവും കൂടി ഞാനും മാധവും കൂടി റിപ്പോർട്ടറിന്റെ ഓഫീസിൽ ഞാൻ വരുമ്പോ ഒരു ഫോട്ടോ എടുത്താൽ ഞാൻ നാളെ ചെയ്യുന്ന കള്ളയ്ക്ക് വല്ലം മാധു ഉത്തരം പറയുന്നുണ്ടെങ്കിൽ ഞാൻ റെഡി. ഞാനും മാധവും കൂടി ഇന്ന് റിപ്പോർട്ടറിന്റെ ഓഫീസിൽ വരുമ്പോ ഒരു ഫോട്ടോ എടുക്കാം. മറ്റന്നാൾ ഞാനൊരു മാധു അതാണ് എനിക്ക് പറയാൻ കഴിയും. അത് ശ്രീ രാജു പിന്നാർ ഒരു ചർച്ചയ്ക്ക് വന്നപ്പോ ഞങ്ങൾ ഒരുമിച്ചെടുത്തൊരു ഫോട്ടോയാണെന്ന്. എന്തെങ്കിലും ഒന്ന് പറയണ്ടേന്നേ.
അതെ അതെ, അത്രേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ കാര്യം. റിപ്പോർട്ടറിന്റെ ഇനി സമ്മാനം തന്നിട്ടുണ്ടെങ്കിൽ മുതലാളിമാർ എന്താണെന്ന് കേസിൽ പറയും. പെട്ടിട്ടില്ലേ? അതോടൊരു പ്രശ്നം തീരും. റിപ്പോർട്ടറിന്റെ മുതലാളിമാർ കുറെ കേസിലല്ലേ? ഇന്ന് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവരെല്ലാം ആ മരക്കൊള്ളയിൽ പങ്കാളികളാണെന്ന് ഞാൻ പറഞ്ഞാൽ മാധു അംഗീകരിക്കുമോ? അല്ല ആ വിധി നമുക്ക് ചർച്ച ചെയ്യുന്ന സമയത്ത് അങ്ങേക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരം ഞാൻ തരാം. എനിക്ക് വെല്ലുവിളിയൊന്നുമില്ല. ആ വിധി ചർച്ച ചെയ്യുന്ന സമയത്ത് നമുക്ക് ചർച്ച ചെയ്യാം. ഇതിപ്പോ ഈ വിധിയാണല്ലോ ചർച്ച ചെയ്യുന്നത്. ഞാൻ ചോദിക്കുന്നത് ഗ്രൗണ്ട് റൂളാണ്. ഇതിപ്പോ ഈ വിധിയാണല്ലോ ചർച്ച ചെയ്യുന്നത്. ഞാൻ ഗ്രൗണ്ട് റൂളാ ചോദിക്കുന്നത്. ഞാനൊരു ഗ്രൗണ്ട് റൂളാ ചോദിക്കുന്നത്. ഒരു കുറ്റകൃത്യം നടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഒന്നോ രണ്ടോ പേര് ചേർന്ന് ഫോട്ടോ എടുത്താൽ പിന്നീട് ഉണ്ടാവുന്ന കുറ്റകൃത്യത്തിന് ആ ഫോട്ടോ ഉത്തരവാദിയാവുമെങ്കിൽ അത് എല്ലാവർക്കും ബാധകമാക്കണം. ഇനി ഞാൻ മറിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. 2025 പിണറായി വിജയനും DGP കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കണ്ടല്ലോ. പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പിന്റെ കീഴിലുള്ള ദേവസ്വം ഇന്റലിജൻസ് ഇയാൾ ക്രമക്കേട് നടത്തിയ ആളാണ് എന്നറിയായിരുന്നല്ലോ. എങ്ങനെയാ അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി പിണറായി വിജയന്റെ അടുത്ത് എത്തിയത്? എങ്ങനെയാ ഉണ്ണികൃഷ്ണൻ പോറ്റി DGP എടുത്തെത്തിയത്? അല്ല, നമ്മൾ ആ വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിനൊന്നും ഒരു തർക്കവുമില്ലാത്ത കാര്യങ്ങളാണ്. അന്ന് ഒരാൾ വരുന്നു, ഒരു മറ്റൊരു സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടാണ് വരുന്നത്. അവിടെ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അടക്കം ഉദ്യോഗസ്ഥരുണ്ട്, സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട പോലീസ് മേധാവികളുണ്ട്. എങ്ങനെയാണ് ഇദ്ദേഹം അതിലേക്ക് വന്നത് എന്ന ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ട് ചർച്ചയിൽ. അതുകൊണ്ട് ഈ ചോദ്യം ചോദിക്കാനും ഉള്ള ധാർമ്മിക അവകാശം എനിക്കുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ മഹേഷ് പണിക്കനോട് ക്ഷമിക്കണം, കുറെ നേരമായി ഞാൻ അങ്ങയിലേക്ക് വന്നില്ല. അത് പൂർത്തീകരിക്കും. Debate with Madhu Saji.